ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 2-ൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന നല്ല പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 5.5 സെൻറ്റിലെ 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 2-ൻ്റെ ഗേറ്റിൽ നിന്നും കറക്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാം ഏകദേശം 5 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടുപിരിച്ച റോഡാണ്. ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പോട്ട് ലൈറ്റുകളും ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. കയറി വരുമ്പോൾ വിശാലമായൊരു മുറ്റം നമുക്ക് കാണാം. ഇൻ്റർലോക്ക് കടപ്പക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. ഓൾറെഡി കടപ്പക്കല്ല് വിരിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തായി 3 വണ്ടി ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്പേസുള്ള ഒരു മുറ്റം ലഭിക്കുന്നുണ്ട്. അത് ഫുൾ കവേർഡോട് കൂടി വരുന്നതാണ്. ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനാണ് ഈ കാണുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ്. ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. നല്ലൊരു മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ഡോർ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഹാളിൽ തന്നെ കാണാൻ കഴിയും. 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ്. ഈ ലിവിംഗ് ഹാളിൽ ഗ്രാനൈറ്റ് നമുക്ക് കാണാം. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോകേണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്ക് പോരുന്ന സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ കാണാൻ കഴിയും. നല്ല വലിപ്പമുള്ള 2 ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്പേസിലെല്ലാം ഫ്ലോറിങ്ങിനായി ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വെട്രിഫൈഡ് ടൈലുകളാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. പുറത്തായി നമ്മൾ നേരത്തെ വീടിൻ്റെ പുറകുവശത്ത് പോയി കണ്ടതാണ്. അവിടെ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടെ ഷീറ്റെല്ലാം ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിലായി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കും നമുക്ക് കാണാം. മനോഹരമായി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. 100% നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വിശാലമായൊരു ബാത്റൂം നമുക്ക് കാണാം. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ഈ ഒരു ബാത്റൂമിൻ്റെ നിർമ്മാണം. ഇനി ഇത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്താണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 4 ബാത്റൂമും അത്യാവശ്യം വലിപ്പം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു വരാം. അവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെയാണ്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ടഫൺ ഗ്ലാസും വുഡും കൊടുത്തിട്ടുള്ള ഹാൻഡ് റെയിൽ കാണാം. കൂടാതെ സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ആ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത വിൻഡോ തന്നെയാണ്. നല്ല രീതിയിലുള്ള വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷനും വെളിച്ചവും നമുക്ക് ലഭിക്കും.
മുകളിലെ നിലയിലെ ഒരു ഹോളിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായി ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂമുകളാണ് മുകളിലെ നിലയിലും കാണാൻ കഴിയുക. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തായി നിൽക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനും വിശാലമായൊരു ബാത്റൂം കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ഇവിടെയാണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. ഇത് ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം സെപ്പറേറ്റായി നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 2 നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 5.5 സെൻറ്റിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.